Alhamdulillah Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. Wa ashhadu anna Muhammadan abduhu wa rasuluhu. Arsalahu bil huda wa dinil haqq liyudhhirahu 'ala ad-din kullihi walau karihal mushrikun. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid wa barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Amma ba'd, fa inna astaqal hadith kitabullah wa khairas sunan sunan Muhammadin sallallahu alayhi wa sallam wa sharral umuri muhdatsatuha وكل أمور محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അള്ളാഹു നമ്മളെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തക്വീർ അന്ത്യനാളിനെ പറ്റിയും പരലോകത്തെ പറ്റിയുമൊക്കെ വളരെ ഭയാനകരമായ ചിത്രം നമുക്ക് നൽകുന്ന ഒരു സൂറത്താണ്. നമ്മൾ വായിക്കേണ്ട, പഠിക്കേണ്ട, ചിന്തിക്കേണ്ട ഓരോ വാചകങ്ങളും വിലയിരുത്തി തഫ്സീർ നോക്കി മനസ്സിലാക്കി ഉൾക്കൊള്ളേണ്ട ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇദ ശംസു കുവിറത്, സൂര്യൻ ചുറ്റിപ്പൊതിയപ്പെടുന്ന ആ ഒരു ദിവസം. വഇദൻ നുജൂമുൻ കദറത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന ദിവസം. വഇദൽ ജിബാലു സുയിറത്, പർവ്വതങ്ങളൊക്കെ സഞ്ചരിക്കപ്പെടുന്ന ദിവസം. വഇദൽ ഐശാറു ഉത്തുലത്, പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന ഒരു ദിവസം. അത്രയും വിലയുള്ള ഒട്ടകങ്ങളെ ആരും തിരിഞ്ഞു നോക്കാത്ത ദിവസം. വഇദൽ വുഹൂശു ഹുശിറത്, വന്യമൃഗങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം. വഇദൽ ബിഹാറു സുജ്റത്, സമുദ്രം ആളിക്കത്തപ്പെടുമ്പോൾ. വഇദൻ നുഫൂസു സുവ്വിജത്, ആത്മാക്കളെല്ലാം ഒരുമിച്ച് കൂടപ്പെടുമ്പോൾ. എന്നിട്ട് അല്ലാഹു പറയാണ്, വഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, അന്ന് ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട കുട്ടികളോട് ചോദിക്കപ്പെടും, നിങ്ങൾ എന്തിന്, ഏത് പാപത്തിന്റെ പേരിലാണ് കുഴിച്ചു മൂടപ്പെട്ടത് എന്ന്. ഈ ആയത്തുകളിൽ, ഈ സൂറത്തിന്റെ തുടക്കം ഭാഗങ്ങളിൽ പരലോകത്തെ പറ്റി പറയുന്ന ഓരോന്നും നമ്മൾ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതും തഫ്സീർ നോക്കേണ്ടതും ഒക്കെ ആയ ഭാഗങ്ങളാണ്. പക്ഷെ ഇവിടെ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ശ്രദ്ധ ചെലുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ അവസാനത്തെ 8-9 ആയത്തുകൾ. ആ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ വാചകം, വഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, അത് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട ആയത്താണ്. കുഴിച്ചു മൂടപ്പെട്ട കുട്ടികൾ ചോദ്യം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും. ബിഅയ്യി ദംബിൻ ഖുതിലത്, ഏത് തിന്മയുടെ പേരിലാണ്, ഏത് തെറ്റിന്റെ പേരിലാണ് അവർ കുഴിച്ചു മൂടപ്പെട്ടത്, കൊല്ലപ്പെട്ടത് എന്ന്. ആ വാചകങ്ങളെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കുട്ടികളെ കൊല്ലുക എന്നുള്ളത്, കുട്ടികളെ അവർക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുക എന്നുള്ളത് പണ്ടും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പല രൂപത്തിൽ. ഇന്നാണെങ്കിൽ യുദ്ധങ്ങളും അതല്ലെങ്കിൽ അബോർഷനൊക്കെ ആയിക്കൊണ്ടോ ഏത് രൂപത്തിലായിക്കോട്ടെ, കുട്ടികളെ കൊല്ലുക എന്നുള്ളത് എല്ലാ കാലത്തും നടക്കുന്നതാണ്. അന്ന് അറേബ്യയിൽ ചില ഗോത്രങ്ങൾ പെൺകുട്ടികൾ ജനിച്ചാൽ അവരെ ജീവനോടുകൂടി കുഴിച്ചു മൂടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. എല്ലാവരും ചെയ്തിരുന്നതല്ല, നേരെമറിച്ച് ചില ഗോത്രങ്ങൾ. അവിടെ ഈ വാചകത്തിന്റെ ഘടനയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വഇദൽ മൗഊദത്തു സുഇലത്, കുഴിച്ചു മൂടിയ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നിങ്ങൾ കുഴിച്ചു മൂടിയത് എന്നല്ല ചോദിക്കുന്നത്, നേരെ മറിച്ച് കുഴിച്ചു മൂടപ്പെട്ട കുട്ടികളോടാണ് ചോദിക്കുന്നത്. ബിഅയ്യി ദംബിൻ ഖുതിലത്, നിങ്ങളുടെ മാതാപിതാക്കൾ എന്ത് തെറ്റിന്റെ പേരിലാണ് നിങ്ങളെ കുഴിച്ചു മൂടിയത്?
അവരോടാണ് ചോദ്യം, ഇരകളോടാണ് ചോദ്യം. ക്രൂരത ചെയ്ത ആൾക്കാരോടല്ല ചോദ്യം. അവരെന്തിനാണ് കുഴിച്ചു മൂടിയത് എന്ന് ഏറ്റവും അർഹതപ്പെട്ടത് ആ കുറ്റം ചെയ്ത ആളുകളാണ് അത് പറയുന്നത്. കാരണം കുറ്റം ചെയ്തവർക്കാണ് എന്തിനാണ് അവരുടെ ഇന്റൻഷൻ എന്താണ്, അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് പറയാൻ ഏറ്റവും അർഹതപ്പെട്ടവർ ആ കുറ്റകൃത്യം ചെയ്ത ആളുകളാണ്, ക്രൂരത ചെയ്ത ആളുകളാണ്. പക്ഷെ അവരോടല്ല ചോദ്യം. നേരെ മറിച്ച് ഈ കുട്ടികളോട്, കുഴിച്ചു മൂടപ്പെട്ട കുട്ടികളോടാണ് ചോദിക്കുന്നത്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ചിലപ്പോൾ അറിഞ്ഞില്ലായിരിക്കാം. ചെറുപ്രായമാണ്, ആ പ്രായത്തിലാണ് കുഴിച്ചു മൂടപ്പെടുന്നത്. പിന്നെ അവരോട് ചോദിക്കുന്നതിനേക്കാൾ ഏറ്റവും അർഹതപ്പെട്ടത് അവരുടെ മാതാപിതാക്കളോട് ചോദിക്കുന്നതാണ്. പക്ഷെ എന്നിട്ടും മുതിർന്നവരായ, കാര്യത്തെപ്പറ്റി, ആ കുറ്റകൃത്യത്തെപ്പറ്റി കൂടുതൽ അറിവുള്ള മാതാപിതാക്കളോടോ അല്ലെങ്കിൽ അവിടെയുള്ള മുതിർന്നവരോടോ ഒന്നുമല്ല ചോദ്യം. നേരെ മറിച്ച് ആ കുട്ടിയോടാണ് ചോദിക്കുന്നത്. എന്തിനാണ്, എന്ത് തെറ്റിൻ്റെ പേരിലാണ് നീ കുഴിച്ചു മൂടപ്പെട്ടത്? വളരെയധികം ചിന്തിക്കേണ്ട ഒരു വാചകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട്, ആ മാതാപിതാക്കളോട് ഞാൻ ചോദ്യം ചെയ്യുമെന്നല്ല പറഞ്ഞത്, നേരെ മറിച്ച് ആ കുട്ടികളോട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പരലോകത്തെ നീതിയാണ് യഥാർത്ഥത്തിൽ നമ്മളവിടെ കാണുന്നത്. പരലോകത്ത് നീതിയുടെ സൂക്ഷ്മതയാണ് നമ്മളവിടെ കാണുന്നത്. സൂക്ഷ്മമായ ഒരു തരിമ്പ് പോലും അക്രമം ചെയ്യപ്പെടില്ല, അനീതി ചെയ്യപ്പെടില്ല പരലോകത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ആയത്ത്. സ്വേച്ഛാധിപതികളായ, ഇരകൾക്ക് മിണ്ടാനുള്ള കഴിവില്ലാത്ത ഇരകളെ, അവർക്ക് ശബ്ദിക്കാനോ പ്രതികരിക്കാനോ കഴിവില്ലാത്തവരെ, ദുർബലരായവരെ, അവരുടെ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾ അവർക്ക് ചോദിച്ചു വാങ്ങാൻ കഴിയാത്ത പ്രായത്തിൽ അവരെ കുഴിച്ചു മൂടിയവരോട് ചോദ്യമില്ല. ഭൂമിയിൽ ശബ്ദമില്ലാത്തവരോടാണ് അന്ന് സംസാരം. ഭൂമിയിൽ സ്വന്തം അവകാശങ്ങൾ പറയാൻ ഗ്യാപ്പ് കിട്ടാത്തവരോടാണ് അന്ന് സംസാരം. അടിച്ചമർത്തപ്പെട്ടവന്റെ വായ മൂടിക്കെട്ടിയവരോടല്ല യഥാർത്ഥത്തിൽ സംസാരിക്കപ്പെടുന്നത്. അവരോട് അതിൻ്റെ ന്യായമല്ല ചോദിക്കുന്നത്. നേരെ മറിച്ച് വായ മൂടിക്കെട്ടിയ സ്വേച്ഛാധിപതിയോട് ചോദിക്കുന്നതിന് പകരം ആ ശബ്ദം നിലച്ച മിണ്ടാപ്രാണികളോടാണ് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുക. സ്വന്തത്തെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്തവർ, സ്വന്തത്തെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരുപാട് മനുഷ്യന്മാർ ഈ ദുനിയാവിൽ നിന്ന് പോയിട്ടുണ്ട്. അവരോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചെയ്യപ്പെട്ട കുറ്റകൃത്യത്തെ പറ്റി ചോദിക്കുക. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ന് സ്വേച്ഛാധിപതികൾക്കും അധികാരികൾക്കുമാണ് ഒച്ചയുള്ളത്, ശബ്ദമുള്ളത്, മീഡിയയുള്ളത്. അവർക്കാണ് സംസാരിക്കാനും അവരുടെ പക്ഷം പറയാനുമുള്ളത്. അവർക്കാണ് കാശുള്ളത്, സ്വാധീനമുള്ളത്, ജനപിന്തുണയുള്ളത്, ഫോളോവേഴ്സ് ഉള്ളത്. അവർക്ക് എന്തും പറയാം. എങ്ങനെയും ആ ഇൻസിഡൻറ്റിൽ, ആ പ്രശ്നത്തെ എങ്ങനെയും അവർക്ക് ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാം, വ്യാഖ്യാനിക്കാം, ദുർവ്യാഖ്യാനിക്കാം. പക്ഷേ ഇരക്ക് പറയാനുള്ള ഒച്ചയില്ലാത്ത ഒരു ലോകമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവിടെ ചോദിക്കപ്പെടുന്നത് ആ കുട്ടികളോടാണ്, നേരെ മറിച്ച് ആ സ്വേച്ഛാധിപതികളോട്, ആ അടിച്ചമർത്തിയവരോടൊരു ചോദ്യം അവിടെ ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെയും സന്ദർഭത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹ് ചോദിക്കും, ബിമ ഉജിബ്തും, നിങ്ങൾക്ക് എന്ത് മറുപടിയാണ്, നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത് എന്ന ചോദ്യം ആ ജനങ്ങളോടല്ല ചോദിക്കുന്നത്, അമ്പിയാക്കളോടാണ് ചോദിക്കുന്നത്. കാരണം അമ്പിയാക്കൾക്ക് പറയാൻ കഴിയില്ല. അവർക്ക് സ്വന്തം ജനത അവരുടെ മരണത്തിന് ശേഷം എന്ത് ചെയ്തു എന്ന് നിയന്ത്രിക്കാൻ കഴിയില്ല, പ്രതിരോധിക്കാൻ കഴിയാത്തവരോടുള്ള ചോദ്യം. ഈസാ നബി അലൈഹി ഇസ്ലാം, അദ്ദേഹം ഭൂലോകത്ത് ജീവിച്ചിരുന്ന കാലത്ത് അള്ളാനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തെ ആകാശത്തേക്ക് ഉയർത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ മിത്തുണ്ടാക്കുകയും കഥയുണ്ടാക്കുകയും അദ്ദേഹത്തെ ദൈവമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഈസാ നബിയോടാണ് ചോദ്യം. വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്നു മറിയം, അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വരുമ്പോൾ ഈസാ നബിയെ ആരാധിച്ചവരോട് ഈസാ നബി നിങ്ങളോട് അങ്ങനെ പറഞ്ഞിരുന്നോ എന്നല്ല ചോദിക്കുന്നത്. നേരെ മറിച്ച് പറയാനും പ്രതിരോധിക്കാനും കഴിയാതെ ആ ആരാധിക്കപ്പെടുന്ന അവസ്ഥയെ ദർശിക്കേണ്ടി വന്ന ഈസാ നബി അലൈഹി ഇസ്ലാമയോടാണ് ചോദിക്കുന്നത്. അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ എന്നെയും എൻ്റെ മാതാവിനെയും നിങ്ങൾ ദൈവമായി ആരാധിക്കണമെന്ന് നീ പറഞ്ഞിരുന്നോ എന്ന് അദ്ദേഹത്തോടാണ് ചോദിക്കുന്നത്. അപ്പോൾ പരലോകമെന്ന് പറഞ്ഞാൽ അത് സ്വേച്ഛാധിപതികളുടെ എല്ലാ തരത്തിലുമുള്ള സ്വാധീനം നഷ്ടപ്പെടുന്ന ഒരു ലോകമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ അന്ത്യനാളിൽ ആകാശഭൂമികളെ അല്ലാഹു പിടിക്കും. അല്ലാഹുവിൻ്റെ കൈകൾ കൊണ്ട് അത് പിടിക്കും. എന്നിട്ട് അല്ലാഹു ചോദിക്കുമെന്നാണ്, അനൽ മലിക് ഐനൽ ജബ്ബാറൂൻ ഐനൽ മുത്തകബ്ബിറൂൻ, ഞാനാണ് ഇന്ന് രാജാവ്, ഞാനാണ് ഇന്ന് അധികാരി, എവിടെയുണ്ട് സ്വേച്ഛാധിപതികൾ, എവിടെയുണ്ട് അഹങ്കാരികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട്
ഈ ലോകത്ത് കഴിഞ്ഞു പോയ സ്വേച്ഛാധിപതികൾ ആർക്കും ഒരു അധികാരം കൊടുക്കാത്ത, സ്വാതന്ത്ര്യം കൊടുക്കാത്ത, അവകാശങ്ങൾ കൊടുക്കാത്ത, സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കാത്ത, ഒരു മനുഷ്യനും അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യം നൽകാതിരുന്ന, ശബ്ദം നിലപ്പിച്ച സ്വേച്ഛാധിപതികളൊക്കെ തന്നെയും ഈ ലോകത്ത് നിന്ന് പോയിട്ടുണ്ട്. അവരൊന്നും നല്ല രൂപത്തിലല്ല പോയിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഖുർആൻ മുഴുവൻ നോക്കിയാൽ അത്തരം സ്വേച്ഛാധിപതികളുടെ കഥകളാണ് നമ്മൾ കാണുന്നത്. സ്വന്തം ആദർശം ആചരിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം നൽകിയിട്ടില്ലാത്ത, തൗഹീദുള്ളവരെ കൊന്ന, മുസ്ലിങ്ങളായവരെ വധിച്ച എത്രയെത്രയോ സ്വേച്ഛാധിപതികളുടെ കഥകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. അലം തറ കൈഫ ഫഅല ബിറബ്ബുക ബിആദ്, ആദ് സമുദായത്തെ കൊണ്ട് അല്ലാഹു എന്താണ് ചെയ്തത് എന്ന് നീ കണ്ടില്ലേ? ഇറബദാത്തിൽ ഇമാദ് അല്ലദീ ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ്, ആ രാജ്യത്ത് തന്നെ അത്രയും അധികാരമുള്ള ശക്തിയുള്ള മനുഷ്യന്മാർ വേറെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തത് എന്ന് നീ കണ്ടില്ലേ? വസമൂദ് അല്ലദീ ജാബു സ്സഖറ ബിൽ വാസ്, സമൂദ് ഗോത്രം വലിയ കഴിവുണ്ടായിരുന്ന വ്യക്തികളാണ്. വഫിർഔന ദിൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ്, ഭൂലോകത്ത് എല്ലാം ചെയ്യാം, തോന്നിയതൊക്കെ ചെയ്യാം, എന്ത് ചെയ്താലും എല്ലാവരും അനുസരിച്ചു കൊള്ളും, തിരുവാക്ക് മറുവായില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യന്മാർ, അവരെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഫഅക്സറു ഫീഹൽ ഫസാദ്, അവരുടെ അധികാരം, അവരുടെ സ്വേച്ഛാധിപത്യം എന്തും ചെയ്യാമെന്ന രൂപത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, ശിക്ഷയുടെ ചാട്ടവാർ അല്ലാഹു സുബ്ഹാനഹു വ തആല വീശി. അതോടുകൂടി എല്ലാവരും നിലംപതിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞാണ്. അപ്പോൾ ഈ മുഹറം നമ്മളിപ്പോൾ നോമ്പ് നോറ്റിരിക്കുന്ന ഈ 10-ാം തീയതി തന്നെ ആശുറ നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അതിനൊരു ചരിത്ര പശ്ചാത്തലം ഹദീസിൽ നമുക്ക് കാണാം. മൂസാ നബി അലൈഹി ഇസ്ലാമയെ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ ദിവസമാണ് എന്ന്, അതിന് നന്ദിയായിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം നോമ്പ് നോറ്റു എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും ഫിർഔൻ എന്ന് പറയുന്ന സ്വേച്ഛാധിപതി, എന്നെ ആരാധിച്ച് ജീവിക്കുന്നവരാണ് ഇവിടെയുള്ള ഇസ്രായേല്യർ, അതുകൊണ്ട് അവർക്ക് ഒരു അധികാരമില്ല, അവർക്ക് യാതൊരു വിധത്തിലുമുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് നിഷേധിച്ച ആ മനുഷ്യൻ, അയാൾ വിചാരിച്ചെന്താ, ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമാണ് എനിക്ക്, വേറെ ആർക്കാണ് എനിക്കെതിരെ സംസാരിക്കാനും വിപ്ലവം നയിക്കാനും കഴിയുക? ആർക്കും കഴിയില്ല. അതുകൊണ്ട് എനിക്കാണ് എപ്പോഴും വിജയമെന്ന് വിചാരിച്ച ഫിർഔൻ ആ ഇരകളുടെ കൺമുമ്പിൽ തന്നെ മുങ്ങി മരിക്കുന്ന അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി. അതാണ് ഈ ദിവസം നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ലോകത്ത് എല്ലാ മനുഷ്യന്മാരും, എല്ലാ അധികാരികളും, ആ അധികാരികളെയൊക്കെ മുകളിൽ അധികാരം ചെലുത്തുന്നവനാണ് റബ്ബ് എന്നുള്ള ചിന്ത യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യന്മാർക്കും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ പറയുന്നത് നിങ്ങൾ നോക്കൂ, യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ, പരലോകത്ത് മുത്തകബ്ബിറുകളായ ജബാബിറകളായിട്ടുള്ള മനുഷ്യന്മാർ, ആളുകളുടെ മുകളിൽ സ്വേച്ഛാധിപത്യം പുലർത്തി എല്ലാവരെക്കാൾ വലുതാണ് എന്ന് ചിന്തിച്ച് ജീവിച്ച മനുഷ്യന്മാർ, പരലോകത്ത് അവർ വരുന്നത് എങ്ങനെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അവർ അംസാൽ അസ്സർ ഫീ സൂറത്തിൽ റിജാൽ, അവരുടെ രൂപമുണ്ടാകും, മനുഷ്യന്മാരുടെ രൂപം അവർക്കുണ്ടാകും, പക്ഷെ അവരുടെ വലുപ്പം കുറവായിരിക്കും. അതെന്തിന്റെ വലുപ്പമായിരിക്കും? വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട വാചകം. അള്ളാഹിന്റെ റസൂൽ പറയുന്ന അംസാൽ അസ്സർ, അവർ ദർറിന്റെ രൂപമായിരിക്കും. അതിന്റെ ശറഹ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം, ദർറ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നംലു സഗീർ, ചെറിയ ചെറിയ ഉറുമ്പുകളെയാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ ഉറുമ്പുകൾ, കീടങ്ങൾ, പാറ്റകൾ, ഇതുപോലെയൊക്കെയുള്ള രൂപത്തിലായിരിക്കും പരലോകത്ത് ആ മനുഷ്യന്മാർ വരിക. എന്നിട്ട് അള്ളാഹിന്റെ റസൂൽ പറയാണ്, ജനങ്ങളിങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ അവരെ ചവിട്ടിപ്പോകും. അത്രയും നിസ്സാരരായിട്ടായിരിക്കും ലോകത്തുണ്ടായിരുന്ന സ്വേച്ഛാധിപതികൾ, വലിയ പോക്കിരികളായി വാണ മനുഷ്യന്മാരൊക്കെ പരലോകത്തെത്തുക. ആളുകൾ ചവിട്ടിപ്പോകും. കാരണം അവർ ഈ ലോകത്ത് മറ്റുള്ളവരെ ചവിട്ടിയിരുന്നവരായിരുന്നു. ആർക്കും ഒരു വിലയും നിലയും കൽപ്പിക്കാത്ത മനുഷ്യന്മാർ പരലോകത്ത് വിലയും നിലയും ഇല്ലാത്തവരായിക്കൊണ്ട് മാറും. മിൻ കുല്ലി മക്കാൻ, എവിടെ തിരിഞ്ഞാലും അവർക്ക് നിന്ദതയായിരിക്കും വരിക. യുസഖൂന ഇലാ സിജ്നിൻ ഫി ജഹന്നം, അവരെ നരകത്തിൽ ഒരു ജയിലിലേക്ക് കൊണ്ടുപോകപ്പെടും. ആ ജയിലിന്റെ പേര് നിങ്ങൾ നോക്ക്, യുഖാലു ലഹു പോലസ്, അതിന്റെ പേര് പോലസ് എന്നായിരിക്കും. ആ പോലസ് എന്ന് പറയുന്ന പദം എന്താണ്? ആ പോലസിന്റെ വിശദീകരണമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ഹുവൽ ഇബ്ലാസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ആ പദം വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം അൽ യഅസ്, നിരാശ എന്നായിരിക്കും. നിരാശ എന്നായിരിക്കും. ഉത്കർഷേച്ഛ എന്ന് പറയുന്ന ഉന്നതമായ ചിന്ത എന്ന് പറയുന്നത് അവരുടെ മനസ്സിലേ തൊട്ടുപോകില്ല. അപ്പൊ ഈ ലോകത്ത് വലിയ സ്വേച്ഛാധിപതികളും അധികാരികളുമായി വാഴുന്ന അഹങ്കാരികളായ ആളുകൾക്കൊക്കെ ഉള്ളിലൊരു തോന്നലുണ്ടാകും. അതെന്താണ്? ഞാൻ വലിയവനാണ്, എനിക്ക് വലുത് നേടിയെടുക്കാൻ കഴിയും. ഈ ഉത്കർഷേച്ഛയാണ് യഥാർത്ഥത്തിൽ അഹങ്കാരത്തിൻ്റെ ഒക്കെ വലിയ ഒരു പ്രേരണ. അവിടെ അവർക്ക് ആ യഅസുള്ള, നിരാശയുള്ള, ഉത്കർഷേച്ഛ പോയിട്ട് രക്ഷപ്പെടാനുള്ള പൂതി പോലും മനസ്സിലില്ലാത്ത ഒരു തടവറയിലായിരിക്കും അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോയി
കെടുത്തുക. തഅലൂഹും നാറുൽ അൻയാർ, തീകളെല്ലാം പലതരത്തിലുമുള്ള തീ അവരുടെ ആ ജയിലിനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. യുസ്ഖൗന മിൻ ഉസാറത്തി അഹ്ലിന്നാർ തുയ്നത്തുൽ ഖിബാൽ, അവർ കുടിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ അവിടുത്തെ നരകവാസികളിൽ നിന്നെല്ലാം ഒലിച്ചു വരുന്ന അവരുടെ രക്തവും ചലവും ഒക്കെ കലർന്ന വെള്ളമായിരിക്കും അവർ കുടിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആളുകൾക്കൊക്കെ അവശിഷ്ടങ്ങൾ കൊടുത്തിരുന്ന, താൻ കുടിച്ചിട്ടും തിന്നിട്ടും ബാക്കിയുള്ളത് തിന്നാ മതി എന്ന് വിചാരിച്ചിരുന്ന ആളുകൾക്ക് എല്ലാവരുടെയും അവശിഷ്ടം ലഭിക്കുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാകുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അവിടെ കീടങ്ങളുടെ രൂപത്തിലാണ് വരിക എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ പദത്തിൻ്റെ ആ ഒരു വലിയ ആശയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ലോകത്ത് സ്വേച്ഛാധിപതികളായിട്ടുള്ള മനുഷ്യന്മാരെ കൊന്നൊടുക്കിയിട്ടുള്ള ആളുകളുടെ ഒക്കെ ജീവിതം പഠിച്ച ആളുകൾ പറയുന്നുണ്ട്, ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, മനുഷ്യന്മാരെ കൂട്ടക്കുരുതി നടത്തിയിട്ടുള്ള, ജനസൈഡ് നടത്തിയിട്ടുള്ള, വംശഹത്യ നടത്തിയിട്ടുള്ള ഓരോ ജനസൈഡിനെയും പഠിച്ചിട്ട് എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്. മനുഷ്യന്മാരെ കൂട്ടമായി കൊല ചെയ്യുന്നതിന് മുമ്പ് ഓരോ സമൂഹത്തിലും ഒരു കാര്യം നടന്നിരുന്നു, എല്ലാ സമൂഹത്തിലും ഒരു കാര്യം നടന്നിരുന്നു. അതെന്താണ്? അത് യഥാർത്ഥത്തിൽ ഡീഹ്യൂമനൈസേഷൻ എന്നുള്ളതാണ്. അമാനുഷവൽക്കരണം. മനുഷ്യന്മാരല്ല എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള പദങ്ങൾ പ്രയോഗിക്കുന്നത് ലോകത്തെവിടെയൊക്കെ വംശഹത്യ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം മുമ്പ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. റുവാണ്ട പോലെയുള്ള, കംബോഡിയ പോലെയുള്ള, ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിൽ വംശഹത്യ നടന്നിട്ടുണ്ട്. ഒരു സമൂഹത്തെ, ന്യൂനപക്ഷത്തെ മൊത്തം കൊന്ന, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊന്ന ആ രാജ്യങ്ങളിലെ സ്വേച്ഛാധിപതികളൊക്കെ ആദ്യം ചെയ്തത് ഇവർ കീടങ്ങളാണ് എന്ന് പറയുകയാണ്. കീടങ്ങൾ എന്നുള്ള, ഉറുമ്പുകൾ എന്ന് പറയുന്ന, എലികൾ എന്ന് പറയുന്ന പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വംശഹത്യക്ക് മുമ്പും അവിടുത്തെ സ്വേച്ഛാധിപതികൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് വംശഹത്യകളെ പറ്റി പഠിച്ച ചരിത്രകാരന്മാരും സാമൂഹിക ശാസ്ത്രന്മാരും ഒരുമിച്ച് പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന ശിക്ഷ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവരെ യഥാർത്ഥത്തിൽ കീടങ്ങളാക്കി മാറ്റുന്നു എന്നുള്ളത്. നമ്മുടെ നാട്ടിലും ഇപ്പൊ കോക്രോച്ച് എന്നൊക്കെ പറയുന്ന സംസാരവും ഭാഷയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വംശഹത്യക്ക് മുമ്പുള്ള അടയാളമായിക്കൊണ്ട് പല ചരിത്രകാരന്മാരും പറയുന്ന കാര്യമാണ്. ഇപ്പൊ പലസ്തീനിൽ കഴിഞ്ഞ ഏതാനും ദിവസം, 1-2 ദിവസം മുമ്പ് ഐക്യരാഷ്ട്രസഭ പഠിച്ചു. 2 കൊല്ലം കൊണ്ട് ഇസ്രായേലിലും പലസ്തീനിലും എന്താ നടന്നത് എന്ന് പഠിച്ചു. എന്നിട്ട് അവർ അർപ്പിച്ച റിപ്പോർട്ടിൽ എന്താ പറഞ്ഞത്? 20,000-ഓളം കുട്ടികൾ അവരെ മനഃപൂർവ്വം കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ്. ഐക്യരാഷ്ട്രസഭ അത് അവതരിപ്പിക്കുകയും രാജ്യങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്തു. കുട്ടികളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തിട്ടുള്ള കുരുതികളാണ് അവിടെ നടന്നത് എന്നുള്ളതാണ്. 40,000 കുട്ടികൾക്ക് മുറിവ് സംഭവിച്ചു. അതിൽ പല കുട്ടികൾക്കും കയ്യും കാലൊക്കെ പോയിട്ട് അത് മുറിച്ചു മാറ്റുന്ന ശസ്ത്രക്രിയ ചെയ്യാൻ കുട്ടികൾക്ക് മയക്കുന്ന മരുന്ന് കൊടുക്കാൻ പോലും ഡോക്ടർമാർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അതുപോലും നിഷേധിച്ചു. എന്നിട്ട് ആ വേദനയോടുകൂടി കാലിറക്കപ്പെടുന്ന അവസ്ഥ കുട്ടികൾ സഹിച്ചു എന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പറയാണ്. കുട്ടികളെ സ്നൈപ്പർ വെച്ച് അവരെ കൊല്ലാൻ വേണ്ടി തന്നെ അവിടെ നെറ്റിയിൽ നോക്കിക്കൊണ്ട് വെടിവെച്ചതിൻ്റെ തെളിവുകൾ കൊണ്ടുവരാൻ. ഓരോ ദിവസവും മിലിറ്ററിയിലുള്ള IDF-ലുള്ള ഇസ്രായേൽ പട്ടാളക്കാർ ഓരോ ദിവസവും അവർ ടാർഗറ്റ് പ്രാക്ടീസ് നടത്തിയെന്നാണ്. അവർ പ്രാക്ടീസ് നടത്താണ് ഉന്നം തെറ്റുന്നുണ്ടോ എന്ന്. ഒരു ദിവസം കുട്ടികളുടെ കൈയിന്മേലാണ് വെടിവെക്കേണ്ടത് എന്ന് IDF-ന് നിർദ്ദേശം നൽകും. എല്ലാ പട്ടാളക്കാരും കയ്യിൽ വെടിവെക്കണം. ഒരു ദിവസം വയറിന്മേലാണ് വെടിവെക്കേണ്ടത് എന്ന് IDF-ന്റെ നേതൃത്വം പറയും. അതിനനുസരിച്ച് വെടിവെച്ചു. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു അവിടുത്തെ പലസ്തീൻ കുട്ടികളെ എന്നൊക്കെ റിപ്പോർട്ടിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാര്യവും പ്രതികരിക്കാൻ കഴിയാത്തവരെ എന്തും ചെയ്യാമെന്നും, അത് പ്രത്യേകിച്ചും ദുർബലരായ കുട്ടികളെ എന്തും ചെയ്യാമെന്നും ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ജബ്ബാറുകൾക്ക് നൽകപ്പെടുന്ന ശിക്ഷയെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സ്വിൻഫാനി മിൻ അഹ്ലിന്നാർ, നരകവാസികളിൽ 2 വിഭാഗത്തെ പറ്റി പറഞ്ഞപ്പോൾ അതിൽ 2 വിഭാഗത്തെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു വിഭാഗത്തെ പറ്റി അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത്, റിജാലും ബി ഐദീഹിം സിയാത്തും കഅസ്നാബിൽ ബഖർ യദ്രിബൂന ബിഹന്നാസ്, കയ്യിൽ ചാട്ടവാറുമായി നടക്കുന്ന ആളുകൾ. അത് ഒരു പശുവിൻ്റെ വാല് പോലെയായിരിക്കും. അതിങ്ങനെ കൊണ്ടടക്കും. എന്നിട്ട് ആളുകളെ അടിച്ചോണ്ടിരിക്കും. ആളുകളെ അടിക്കുന്നതിലും മർദ്ദിക്കുന്നതിലും വേദനിപ്പിക്കുന്നതിലും ഇഷ്ടം കണ്ടെത്തുന്ന അതിൽ ലഹരി മൂത്ത മനുഷ്യന്മാർ നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഈ ഹദീസിന്റെ 2ാമത്തെ ഭാഗം പലപ്പോഴും ഹദീസിൽ നമ്മളെല്ലാവരും കേൾക്കലുണ്ട്. പുരുഷന്മാരെ വശീകരിക്കാൻ വേണ്ടി നടക്കുന്ന സ്ത്രീകൾ, അത്തരം സ്ത്രീകൾ അതിൽ പറഞ്ഞു. പക്ഷെ അതിന്റെ ആദ്യത്തെ ഭാഗത്തിൽ പുരുഷന്മാരെ പറ്റിയിട്ടാണ് പറയുന്നത്. അതെന്താണ്? മനഃപൂർവ്വം മനുഷ്യന്മാരെ ദ്രോഹിക്കുന്ന പുരുഷന്മാർ, ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദ്ന റീഹഹാ, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല, സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവന് കിട്ടില്ല. ഈ ഭാഗം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വർഗത്തിൽ പ്രവേശിക്കില്ല, സ്വർഗത്തിന്റെ സുഗന്ധം അവന് കിട്ടില്ല. അത് ആ സ്ത്രീകൾക്ക് മാത്രമല്ല ബാധകം,
പണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞു, ഇത് ഈ വിഭാഗത്തിൽപ്പെട്ട തന്നെയാണ് ഒന്നാമത് പറഞ്ഞത്. അതായത് പുരുഷന്മാർ ആളുകളെ ദ്രോഹിക്കുന്ന, സഹജീവികളെ ദ്രോഹിക്കുന്ന, കുടുംബക്കാരെ ദ്രോഹിക്കുന്ന, സഹപ്രവർത്തകരെ ദ്രോഹിക്കുന്ന, നാട്ടുകാരെ ദ്രോഹിക്കുന്ന, മനുഷ്യന്മാരെ ദ്രോഹിക്കുന്ന, ആ ദ്രോഹത്തിൽ സന്തോഷം കണ്ടെത്തുന്ന മനുഷ്യന്മാർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ മണം പോലും കിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് നമ്മളെ ജീവിതം പരിഷ്കരിക്കേണ്ടതുണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ വലിയ സാമ്രാജ്യത്വ ശക്തികൾക്ക്, വലിയ വലിയ പ്രസിഡന്റുമാർക്കും രാജാക്കന്മാരും മുൻകഴിഞ്ഞ സമുദായങ്ങൾക്കും സ്വേച്ഛാധിപതികൾക്കൊക്കെ അല്ലേ നമുക്കിതെങ്ങനെ ബാധകാവുക എന്ന് ചിലപ്പോൾ നമുക്ക് ചിന്ത ഉണ്ടാകും. പക്ഷേ നമ്മളും യഥാർത്ഥത്തിൽ സ്വേച്ഛാധിപതികളായി മാറുന്നില്ലേ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അള്ളാന്റെ റസൂൽ പറഞ്ഞ വളരെ പ്രസക്തമായൊരു ഹദീസ് നിങ്ങൾ നോക്കൂ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഹദീസ്, ലാ യസാലു റജുലു യദ്ഹബു ബിനഫ്സിഹി ഹത്താ യുക്തബു ഫിൽ ജബ്ബാരീൻ. ലാ യസാലു റജുലു യദ്ഹബു ബിനഫ്സിഹി, ഒരു മനുഷ്യന്റെ മനസ്സിൽ അഹങ്കാരം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അഹങ്കാരം ഇങ്ങനെ ഒരു മനുഷ്യന്റെ മനസ്സിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഹത്താ യുക്തബു ഫിൽ ജബ്ബാരീൻ, അവൻ ഈ സ്വേച്ഛാധിപതികളിൽ എഴുതപ്പെടും. ഈ അധികാരികളായിട്ടുള്ള മനുഷ്യന്മാരുടെ പേരിന്റെ കൂട്ടത്തിൽ നമ്മളുടെ ഫിർഔന്റെയും ഹാമാന്റെയും ഒക്കെ കൂട്ടത്തിൽ നമ്മളുടെ പേര് എഴുതപ്പെടും. എപ്പോ നമ്മളുടെ മനസ്സിൽ അഹങ്കാരമുണ്ട് എങ്കിൽ, അത് വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫയുസിബുഹും അസാബഹും, അപ്പൊ ആ ഫിർഔനും ഹാമാനും ഖാറൂനൊക്കെ എന്താണോ ബാധിച്ചത് അത് തന്നെ നിങ്ങളെയും ബാധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. യദ്ഹബു ബിനഫ്സിഹി എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഇങ്ങനെ അഹങ്കാരം വരാന്ന് പറഞ്ഞാൽ യർതഫി വയതകബ്ബർ, മറ്റുള്ളവരെക്കാളൊക്കെ വലുതാണ് ഞാൻ എന്നുള്ള ചിന്ത വരാ. ഈ ചിന്ത വരുമ്പോൾ എന്താ സംഭവിക്കുക? മറ്റുള്ളവരോട് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന രൂപത്തിൽ നമ്മൾ പെരുമാറാൻ തുടങ്ങും. അതിന് ചില ഉദാഹരണങ്ങൾ നിങ്ങൾ നോക്കി, നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മളുടെ സഹജീവികൾ, നമ്മളുടെ കൂടെ ജീവിക്കുന്നവർ, അവർക്ക് അള്ളാഹു അനുവദിച്ച് നൽകിയ, അള്ളാഹു അനുവദിക്കാത്തല്ല, ഹറാമൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല ഞാൻ പറയുന്നത്. നേരെ മറിച്ച് അള്ളാഹു അനുവദിച്ച് നൽകിയ സ്വാതന്ത്ര്യം നമ്മൾ അവർക്ക് വകവെച്ച് കൊടുക്കുന്നുണ്ടോ? അത് നമ്മളെ ഭാര്യയാകാം, നമ്മളെ ഭർത്താവാകാം, നമ്മുടെ മാതാപിതാക്കളാകാം, നമ്മുടെ കുട്ടികളാകാം, നമ്മളുടെ വിദ്യാർത്ഥികളാകാം, നമ്മളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരാകാം, നമ്മളുടെ തൊഴിലാളികളാകാം, ആരും ആയിക്കോട്ടെ, നമ്മുടെ പ്രജകളാകാം. ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് നമ്മളെങ്കിൽ അതിന് കീഴിലുള്ള മനുഷ്യന്മാരാകാം, ആരും ആകാം. അവർക്ക് അള്ളാഹു വകവെച്ച് കൊടുത്ത മാനുഷികമായ സ്വാതന്ത്ര്യം നമ്മൾ കാരണം നിഷേധിക്കപ്പെടുന്നുണ്ടോ? എങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ജബാബിറയിൽ പെടാൻ സാധ്യതയുണ്ട്. അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, ന്യായമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ വകവെച്ച് കൊടുക്കുന്നുണ്ടോ? അവർക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള വില, വലക്കത്ത് കറംനാ ബനി ആദം സന്തതികളെ ഞാൻ ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ആദരവ്, അത് മുസ്ലിം ആവട്ടെ കാഫിറാകട്ടെ, എല്ലാ മനുഷ്യന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെതായ ഒരു ആദരവ് കൊടുത്തിട്ടുണ്ട്. അത് മനുഷ്യന്മാർക്ക് വകവെച്ച് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ചോദ്യം ചോദിക്കാനും നമ്മളെ ചോദ്യം ചെയ്യാനുമുള്ള അവകാശം, അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച രൂപത്തിലുള്ള അവകാശം, അത് യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ടോ? അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ജബാബിറകളിൽ എഴുതപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരാണ്. അതുകൊണ്ട് നമ്മളുടെ പെരുമാറ്റം നമ്മൾ നന്നാക്കണം. നമ്മൾക്ക് നമ്മളുടെ വീട്ടിലും നമ്മളുടെ ചുറ്റളവിലും ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് നമ്മൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യം, വില, നില, നമ്മളെ ചോദ്യം ചെയ്യാനുള്ള അവകാശം, അവരുടെ മാനുഷികമായ അവകാശം, ഇതൊക്കെ വകവെച്ച് കൊടുക്കാൻ നമ്മൾ മറന്നു പോകരുത്. മാതാപിതാക്കളുടെ പെരുമാറ്റം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വലുതായി, നമുക്ക് ആരോഗ്യം വന്നു, നമുക്ക് ജോലി കിട്ടി, നമ്മളുടെ സമ്പത്തിലാണ് നമ്മുടെ മാതാപിതാക്കൾ ജീവിക്കുന്നത്. പക്ഷേ അവർക്കൊരു കാര്യം തിരിച്ചു പറയാൻ സാധിക്കുന്നില്ല. ചെറുപ്പത്തിലെല്ലാം പറഞ്ഞ് എന്ത് ചോദിച്ചാലും വാങ്ങിത്തന്ന് നമ്മളെ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ അതിനൊക്കെ അനുസരിച്ച് നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന ഉമ്മാക്ക് നമ്മളോട് മറിച്ചൊന്ന് പറയാൻ പറ്റുന്നില്ല. നമ്മളെ വാപ്പാക്ക് നിന്റെ ഈ സമ്പാദ്യം ഇങ്ങനെ ചെലവഴിക്കുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള അവകാശമില്ല എന്ന രൂപത്തിലേക്ക് മാറിപ്പോകുന്നുണ്ടോ? നമ്മൾ സ്വേച്ഛാധിപതിയായി പോകുന്നുണ്ടോ? നമ്മളെ ചോദ്യം ചെയ്യാൻ നമ്മളെ വീട്ടിൽ നിന്നിട്ട് നമ്മളുടെ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല എന്ന അവസ്ഥ വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. സൂറത്ത് മറിയമിൽ 2 നബിമാരെ പറ്റി പറയുന്നുണ്ട്. ആ 2 നബിമാരുടെ പ്രത്യേകതയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ നോക്ക്. യഹ്യാ നബിയെ പറ്റിയാണ് ആദ്യം പറഞ്ഞത്. വബർറം ബിവാലിദൈഹി, മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം. രണ്ടാമത് പറഞ്ഞത് എന്താ? വലം യകുൻ ജബ്ബാറൻ അസിയ, മാതാപിതാക്കളെ ധിക്കരിക്കുന്ന, മാതാപിതാക്കൾക്ക് മേൽ അധികാരം ചെലുത്തുന്നവനായിരുന്നില്ല യഹ്യാ നബി. സക്കരിയ നബി വയസ്സായിട്ടാണ് മകനുണ്ടാവുന്നത്. ആ വൃദ്ധനായിരിക്കുന്ന പിതാവിനോട് ഒരിക്കൽ പോലും അധികാരത്തോടു കൂടി യഹ്യാ നബി അലൈഹി സ്വലാം സംസാരിച്ചിട്ടില്ല എന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിലയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. തൊട്ടടുത്ത് ഈസാ നബിയെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു വബർറം ബിവാലിദതി, ഞാൻ എൻ്റെ മാതാവിനോട് നന്മ ചെയ്യുന്നവനാണ്. വലം യജഅലനി ജബ്ബാറൻ ശഖിയ, ഞാൻ ഒരിക്കലും എൻ്റെ മാതാവിൻ്റെ മുകളിൽ അധികാരം ചെലുത്തുന്നവനോ അധികാരപൂർവ്വം സംസാരിക്കുന്നവനോ അല്ല എന്ന് ഈസാ നബി അലൈഹി സ്വലാം പറയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മാതാപിതാക്കളെ ആദരിക്കണം.
അവരുടെ മേൽ എത്ര നമ്മൾ വലുതായാലും, സാമ്പത്തികമായും ശാരീരികമായും സ്വാധീനം മൂലവും എത്ര വളർന്നാലും നമ്മൾ അവരുടെ കുട്ടിയാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. അതിനേക്കാൾ വലുതല്ല നമ്മൾ എന്ന് നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ നന്മ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുമോ, അവർക്ക് എന്തെങ്കിലും തിന്മ വന്നാൽ സ്നേഹപൂർവ്വം തിരുത്താൻ പറ്റുമോ, അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അധികാരികളല്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അഭിപ്രായം പറയാൻ, ആരുടെയും അഭിപ്രായം സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. നല്ല രൂപത്തിൽ അഭിപ്രായങ്ങൾ ഗുണകാംക്ഷയോടുകൂടി പറയുന്ന സന്ദർഭത്തിൽ അത് കേൾക്കാനുള്ള കഴിവുള്ള നേതാവാണ് യഥാർത്ഥത്തിൽ നേതാവ് എന്നുള്ളതാണ്. അയാൾ പറയുന്ന ഒക്കെ മണ്ടത്തരാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മീറ്റിങ്ങിൽ അയാളുടെ അഭിപ്രായം സ്വീകരിച്ചിട്ട് കാര്യമില്ല. മുമ്പ് അയാൾ അഭിപ്രായം കേട്ടിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടായി, അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ആരെ അഭിപ്രായം കേൾക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് അവതരിപ്പിക്കാം അഭിപ്രായം, അത് സ്വീകരിച്ചോളണം എന്ന നിലപാട് നമുക്ക് ഉണ്ടാവരുത്. കാരണം എന്താ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ സൂറത്ത് ആൽ ഇംറാനിലെ 159, 160 ആയത്തുകൾ ഇറങ്ങിയത് ആ സന്ദർഭത്തിലാണ്. 50 അമ്പെയ്ത്തുകാരെ അള്ളാഹുവിന്റെ റസൂൽ മുകളിൽ നിർത്തി. അവര് അടിയിലേക്ക് പ്രവാചകന്റെ കൽപ്പനയില്ലാതെ ഇറങ്ങി വന്നു. മുസ്ലിങ്ങളിൽ കുറെ പേര് കൊല്ലപ്പെട്ടു. മുസ്ലിങ്ങൾ ആ യുദ്ധത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഈ ചരിത്ര സംഭവമൊക്കെ നമുക്കറിയാം. ആ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. ആ ആയത്തിൽ എന്താ അള്ളാഹ് പറയുന്നത്? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതനഹും, അവരോട് സൗമ്യമായി നീ പെരുമാറാൻ കാരണം അള്ളാന്റെ കാരുണ്യം നിനക്ക് കിട്ടിയത് കൊണ്ടാണ്. വലൗ കുൻത ഫളൻ ഗലീലൽ ഖൽബി, നീ മോശമായി പെരുമാറുന്നവരും പാരിശത്തോടു കൂടി സംസാരിക്കുന്നവരുമായിരുന്നുവെങ്കിൽ ലം ഫളു മിൻ ഹൗലക്, നിന്റെ മുമ്പിൽ നിന്ന് അവർ മാറിപ്പോകുമായിരുന്നു, നിന്നെ വേണ്ട എന്നവർ വെക്കുമായിരുന്നു. നീ നന്നായി പെരുമാറി, ആ സന്ദർഭത്തിൽ പോലും അവരോട് നന്നായി പെരുമാറി എന്നതുകൊണ്ടാണ് അവർ നിന്റെ ഒപ്പം കൂടുന്നത്. എന്നിട്ട് അള്ളാഹ് പറയാണ് ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും, അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുക, അള്ളാഹുവിനോട് പാപം പുറത്തു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വശാവിറുഹും ഫിൽ അംർ, കാര്യങ്ങൾ അവരോട് ശൂറ നടത്തുക, കൂടിയാലോചന നടത്തുക എന്ന് ആ മനുഷ്യന്മാരെ പറ്റി, ആ സ്വഹാബികളെ പറ്റിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് കുറച്ച് ന്യൂനതകൾ ഉണ്ടെങ്കിലും, നമ്മൾ അവരെക്കാളൊക്കെ കാര്യപ്രാപ്തി ഉണ്ടെന്ന് നമുക്ക് തോന്നിയാലും ചിലപ്പോൾ നമ്മളുടെ തെറ്റിദ്ധാരണയായിരിക്കാം അത്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നല്ല അഭിപ്രായങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വന്നേക്കാം. അതുകൊണ്ട് അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. മനുഷ്യാവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ കഴിയണം. ഇങ്ങനെ സ്വാതന്ത്ര്യവും വിലയും നിലയും അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ വകവെച്ച് കൊടുത്തില്ല എങ്കിൽ നമ്മളും ഈ ജബാബിറകളിൽ എഴുതപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അവർക്ക് എന്താണോ ലഭിച്ചത് അത് നമുക്കും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സ്വേച്ഛാധിപതികളിൽ പെടാതെ സ്വാതന്ത്ര്യം നൽകുന്ന, കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് സമാധാനം നൽകുന്ന വിശ്വാസികളിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മളുടെ ഈ പള്ളിയിലേക്കുള്ള കളക്ഷനായിരിക്കും ഇന്ന് നടക്കുക. പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട ആ കളക്ഷനിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാപ്രാണികളുടെ അവകാശങ്ങൾ അടിക്കടി ഹദീസുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മനുഷ്യന്മാരുടെ കാര്യത്തിൽ മാത്രം പരിമിതമല്ല എന്ന് നമുക്ക് കാണാം. ഉസ്ദിബത്ത് ഇംറഅത്തുൻ ഫീ റത്തിൻ, ഒരു പൂച്ചയുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ഒരു പെണ്ണിൻ്റെ കഥ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു തരുന്നുണ്ട്. ആ പെണ്ണ്, അവൾ ആ മൃഗത്തെ കെട്ടിയിട്ടു, അതിനെവിടെയെങ്കിലും പോയി എന്തെങ്കിലും പിടിച്ച് തിന്നാനുള്ള സ്വാതന്ത്ര്യവും കൊടുത്തില്ല, അവളായിട്ട് എന്തെങ്കിലും തിന്നാനും കൊടുത്തില്ല. അങ്ങനെ ആ മൃഗം അവിടെ കിടന്ന് വിശന്ന് മരിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു ഫദഖലത് ഫീഹാ അന്നാർ, അതിൻ്റെ പേരിൽ ആ സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും കുറേ മിണ്ടാപ്രാണികൾ നമ്മൾക്ക് ചുറ്റുമുണ്ട്. അവരൊക്കെ സംസാരിക്കാനുള്ള അവകാശമില്ലാതെ, സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുകയാണ് എങ്കിൽ, അവരെ നമ്മൾ കെട്ടിയിട്ടവരായിക്കൊണ്ട് നമ്മളുടെ ഒപ്പം നിർത്തുകയാണ് എങ്കിൽ തീർച്ചയായും അതുമൂലം നമുക്ക് നരകമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് അത് മനുഷ്യരിലാകട്ടെ മൃഗങ്ങളിലാകട്ടെ കെട്ടിയിടപ്പെടുന്ന ഒരവസ്ഥ, സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ, അത് മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കുമൊക്കെ നൽകുന്ന മനുഷ്യന്മാരായിക്കൊണ്ട്, സ്വേച്ഛാധിപതികളായിക്കൊണ്ട്, താന്തോന്നികളായിക്കൊണ്ട്, പോക്കിരികളായിക്കൊണ്ട് നമ്മൾ മാറാൻ പാടില്ല. നമ്മൾക്കൊക്കെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്ന ഒരു ജബ്ബാറുണ്ട്. ആ ജബ്ബാർ എന്ന് പറയുന്ന അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട സവിശേഷമായ അള്ളാന്റെ നാമത്തിൽപ്പെട്ടാണ് ജബ്ബാർ. ആ ജബ്ബാറിന്റെ അർത്ഥം എന്താണ്?
അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ ജീവജാലങ്ങൾക്കും പ്രപഞ്ചത്തിൽ എന്തൊക്കെ കഴിവുള്ള വ്യക്തികളും ശക്തികളും ഉണ്ടോ അതിനൊക്കെ മുകളിൽ അല്ലാഹ് ഉണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികളിൽ ആ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വിനയാന്വിതരായ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വിശ്വാസിനികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹുവിൻ്റെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം, കടങ്ങൾ മൂലം, രോഗങ്ങൾ മൂലം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ബറക്കത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിർമ്മാണവും പരിപാലനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച സഹോദരൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയുടെ പരിപാലനത്തിനും സേവനങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചതും പ്രവർത്തിക്കുന്നതുമായ എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. അല്ലാഹു ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا لا تؤاخذنا إن نسينا واخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين.